എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം നമ്മൾ പലരും നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മളതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. അതിൽ ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രയും വേഗം ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ 10 സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തേതാണ് പൊട്ടിയ കണ്ണാടികൾ, ഗ്ലാസ് മുതലായവ. അപ്പം നമ്മളെല്ലാവരും ചിലപ്പോൾ കണ്ണാടിയിലൊക്കെ ചെറിയ പൊട്ടലുകളൊക്കെ വന്നാലും അത് കളയാതെ എടുത്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ കപ്പുകളിലൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചിന്നൽ വീഴാന്നൊക്കെ പറയും, ചെറുതായിട്ടൊരു ക്രാക്ക് വീണുണ്ടെങ്കിലും അത് കളയാതെയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഫോട്ടോസുകൾ അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ ചെറിയ പൊട്ടലൊക്കെ വന്നാലും നമ്മളത് കളയാതെ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. അത് നമ്മളെ എത്രയും വേഗം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ പൊട്ടിയ കണ്ണാടിയൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും വീട്ടിൽ. മാത്രമല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരതെടുത്ത് പിടിച്ച് കൈയൊക്കെ മുറിയാനും സാധ്യതയുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ചിത്രങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഫ്രെയിമിനൊക്കെ ചെറിയ കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അത്രയും പരിശുദ്ധമായിട്ട് പൂജിക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് അത് പുതിയതാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് വർക്ക് ചെയ്യാത്ത ക്ലോക്കുകൾ. ചില ക്ലോക്കുകളൊക്കെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യില്ല, അത് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ക്ലോക്കുകളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം നന്നാക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അത് നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചേക്കുക. പിന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ നന്നാക്കി എടുക്കാം എന്ന് ഓർത്ത് അത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ ഭിത്തിയിൽ തൂക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ക്ലോക്കിൽ സമയം നോക്കാനൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ സമയം തെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്തകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്ലോക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് വീട്ടിലിരിക്കുന്ന ഉണങ്ങിയ പൂക്കൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ വീടൊക്കെ അലങ്കരിക്കാനായിട്ട് പൂക്കളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. പലപ്പോഴും അത് ഉണങ്ങിയിട്ടും അത് അവിടെ തന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യരുത്. പൂക്കൾ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്ത് മാറ്റുക. അപ്പോൾ ഉണങ്ങിയ പൂക്കൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് കറ ഉണ്ടാവും. അപ്പോൾ ആ കറ നമ്മൾ ആ പൂ വെച്ചിരിക്കുന്ന വസ്തുവിൽ പിടിക്കാനും അത് പിന്നെ ക്ലീൻ ചെയ്യണത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ ഉണങ്ങിയത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. മാത്രമല്ല ഈ ഉണങ്ങിയ പൂക്കളിൽ നിന്ന് അലർജി ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സ്ഥിരമായിട്ട് അവിടെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഉണങ്ങി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചീഞ്ഞ് പോയിട്ടുണ്ടാവും വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്ത് മാറ്റുക. ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വൃത്തിയാക്കാതെ കിടക്കിയിട്ടിട്ട് പോകുക എന്നുള്ളത്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി ഇട്ടിട്ട് വേണേൽ നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും തിരിച്ച് ബെഡ്റൂമിലേക്ക് കയറുന്നത്, ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് കിടക്കാൻ വേണ്ടി വരുമ്പോൾ അതാകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി കിടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് വീണ്ടും വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ആകെ വൃത്തികേടായി കിടക്കും, ഒന്ന് കിടക്കാമെന്ന് ഓർത്ത് വന്നപ്പോഴാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അത് നമ്മുടെ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു നെഗറ്റീവ് മൂഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കിടക്കകളൊക്കെ വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കുക. രാവിലെ തന്നെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ആണ് അത് നൽകുന്നതും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ഒന്നാണ് മുള്ളുള്ള ചെടികൾ. പലപ്പോഴും പലരും കാക്ടസ് പോലുള്ള പ്ലാന്റ്സൊക്കെ വീടിനുള്ളിലൊക്കെ വെക്കാറുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അത് ശരിയാണ്. പക്ഷേ മുള്ളുള്ള പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ. കാരണം കുട്ടികൾ ആ അതുമ്മയൊക്കെ പോയി പിടിക്കുവാണെങ്കിൽ അവരുടെ കയ്യിലൊക്കെ മുള്ളു കൊള്ളാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ മുള്ളില്ലാത്ത പ്ലാന്റ്സൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ മുള്ളുള്ള പ്ലാന്റ്സൊക്കെ എത്ര അലങ്കാരമാണ്, എത്ര ഭംഗിയാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചില കാക്ടസിലൊക്കെ മുള്ള് നല്ലോണം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാക്ടസ് ഒക്കെ ഒഴിവാക്കുക. കമ്പാരിറ്റീവ്ലി മുള്ള് കുറഞ്ഞത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് കാക്ടസ് ഒക്കെ വീടിനുള്ളിൽ വെക്കണം എന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത മറ്റൊന്നാണിത്. അതായത് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് തരുന്ന ചിത്രങ്ങളൊന്നും യാതൊരു കാരണവശാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ, അതുപോലെ ദേഷ്യം, വൈരാഗ്യം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന ചിത്രങ്ങളൊന്നും തന്നെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. പണ്ട് കാലത്ത് മിക്ക വീടുകളിലും കണ്ടിരുന്ന ഒരു ചിത്രമാണിത്, ഒരു വീപ്പിംഗ് ബോയുടെ ചിത്രം. അപ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങൾ എത്ര ഫേമസ് ആണെങ്കിലും നമുക്കതൊരു നെഗറ്റീവ് എനർജിയാണ് തരുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അത് വീട്ടിൽ വെക്കാൻ പാടില്ല.
ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്ത സാധനങ്ങൾ. 2, 3, 4 കൊല്ലമായിട്ട് ഉപയോഗിക്കാത്ത വസ്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ചിലപ്പോൾ പഴയ അമ്മാമ്മമാരൊക്കെ, അതായത് എൻ്റെ അമ്മാമ്മയൊക്കെ അങ്ങനെയായിരുന്നു, ഈ പഴയ ഡിന്നർ സെറ്റുകളൊക്കെ ഉണ്ട്, അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഭക്ഷണമൊന്നും തരില്ല, അത് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പണ്ടൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. എന്നാൽ ഗസ്റ്റുകൾ വരുമ്പോൾ 1, 2 എടുക്കും, പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ കളറൊക്കെ മങ്ങി ആ ഒരു ഭംഗിയൊക്കെ പോയി കുറേ കാലം കഴിയുമ്പോൾ എടുത്ത് കളയും. അത് ചെറിയ പൊട്ടലുള്ളതാണെങ്കിൽ കളയില്ല. അപ്പം അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളൊക്കെ ഇന്നത്തെ കാലത്ത് അത് കുറവാണ്, പണ്ടത്തെ കാലത്ത് ആളുകൾക്കാണ് അത് കൂടുതൽ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അത് എത്രയും വേഗം വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. വളരെയധികം നെഗറ്റീവ് എനർജി തരുന്നൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ സ്ക്രാപ്പ് പോലെ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വസ്തുക്കളെ കുമിഞ്ഞു കൂടാനും ഇതിടയാക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് എക്സ്പയറി കഴിഞ്ഞ പ്രോഡക്ട്സ്. നമ്മൾ ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ പലരും വാങ്ങാറുണ്ട്. അതുപോലെ അടുക്കളയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ പലരും വാങ്ങി വെക്കാറുണ്ട്. ചിലതൊന്നും നമ്മൾ തുറന്നു പോലും നോക്കുന്നുണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ സോസുകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒക്കെ വളരെ ദോഷമാണ്. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞ പ്രോഡക്ട്സ് നമ്മുടെ വീട്ടിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്ത് കളയുക. അപ്പോൾ എല്ലാ മാസവും എക്സ്പയറി കഴിയാറായ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ. നമ്മൾ പലപ്പോഴും വണ്ണം വെക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയുകയോ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ പാകാകാതെ വരും, അല്ലെങ്കിൽ പഴമ കൊണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കും. ചിലപ്പോൾ വണ്ണം കൂടിയതാണെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടിടാം, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞതാണെങ്കിൽ കുറച്ച് വണ്ണം വെച്ചിട്ടിടാം. ആ ഒരു ചിന്തയിലൊക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഡ്രസ്സുകളും ഒരു ക്ലട്ടർ തന്നെയാണ്. നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ ഒരു ക്ലട്ടറാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലിടാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നല്ലതൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം, അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ തുടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ അത് വേസ്റ്റിൽ നമ്മൾ കളയുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് കളിപ്പാട്ടങ്ങൾ. നല്ല കളിപ്പാട്ടങ്ങളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. പൊട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കളിപ്പാട്ടങ്ങൾ, അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വക്കുകളൊക്കെ കൊണ്ട് കുട്ടികൾക്ക് മുറിവുകളൊക്കെ വരാറുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സിൻ്റെയൊക്കെ വക്കുകളൊക്കെ കൊണ്ട് മുറിവുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയും വേഗം ഒഴിവാക്കുക. കുട്ടികൾ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല, അവരുടെ ഫേവറേറ്റ് ടോയ്സൊക്കെയാണ് പൊട്ടിയേക്കണമെങ്കിൽ അവർ ആ പൊട്ടിയത് തന്നെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നില്ലെങ്കിൽ വേറെ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് തെറ്റാണ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.